വിവോയുടെ വിവോ Y28 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വിലയെ പറ്റിയിട്ടുള്ള ന്യൂസുകളും ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y28 5G എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വിവോ Y28 5Gയിൽ 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ വന്നേക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫുൾ HD റെസൊല്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. HD റെസൊല്യൂഷൻ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിലായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ ഫുൾ HD റെസൊല്യൂഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അത് വരാൻ ചാൻസ് ഇല്ല. പിന്നെ LCD പാനലായിരിക്കും ഈ ഫോണിൽ വരിക. അതുപോലെ തന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചായിരിക്കും വരിക. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ പഞ്ചോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അത് വരാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ 90 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സും മൊത്തത്തിൽ നോക്കുമ്പം 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അത്ര മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. ഫുൾ HD റെസൊല്യൂഷൻ ഉണ്ടാവില്ല. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും ഉണ്ടാവില്ല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 6020 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഈ ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു പ്രോസസ്സർ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഒരിക്കലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്ന് പറയാൻ പറ്റില്ല. എന്നാലും വലിയ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് പറയാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4GB റാമും 128GB ഇൻറ്റേർണലും വന്നേക്കാം. 6GB റാമും 128GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഈ ഫോണിൽ വരുന്നതായിരിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വന്നേക്കാം. Android 13 ബേസ് ആയിട്ടുള്ള ഫൺ ടച്ച് OS സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ 2 MP ഒരു സെൻസറും വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ഫ്രണ്ടിൽ 8 MP സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററി ആയിരിക്കും ഈ ഫോണിൽ വരിക. 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നതായിരിക്കും. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായതിന്. എന്നാലും 15 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വന്നേക്കാം. Type C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പോൾ തരക്കേടില്ലാത്ത ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ചില ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ ഈ ഫോൺ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 4GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില കൊടുത്തിരിക്കുന്നത് 13,999 രൂപയാണ്. അതുപോലെ തന്നെ 6GB റാം 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില കൊടുത്തിരിക്കുന്നത് 15,499 രൂപയാണ്. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. എന്നാലും വരും ദിവസങ്ങളിൽ തന്നെ ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇത് ഓഫ്ലൈൻ ഫോണായിട്ടായിരിക്കും ലോഞ്ച് ചെയ്യുക. അതായത് മെയിൻ സെയിലും കാര്യങ്ങളൊക്കെ നടക്കുക പുറത്ത് ഷോപ്പുകൾ വഴിയൊക്കെ ആയിരിക്കും. എന്തായാലും വിവോയുടെ വിവോ Y28 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഫീച്ചേഴ്സും പ്രൈസിങ്ങും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൽ അത്ര മികച്ചൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ പൊതുവെ ഓഫ്ലൈൻ ഫോൺസിൽ അങ്ങനെയാണ്, കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് ഫോണുകൾ ഇറങ്ങാറ്. എന്തായാലും വിവോ Y28 5G എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.